ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. എല്ലാ ഒരു മതമോ ഒന്നും വ്യത്യാസമില്ലാതെ മൊത്തത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഏത് മതത്തിന്റെ ആണെങ്കിലും ഇത്തരത്തിലുള്ള റിലീജിയസ് കമ്മ്യൂണിറ്റീസ് വരുമ്പോൾ അതൊരു വിഭജനം ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്കല്ലേ പോകുന്നത്? ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല. നമ്മുടെ ഭാരതം നമ്മുടെ ഒരു അഖണ്ഡമായി നിലനിന്നിരുന്ന ഒരു കാലമാണ്. ഈ സെക്കുലറിസം വന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ബോധപൂർവം എഴുതി ചേർത്തതായിട്ടുള്ള ഒരു കാര്യമാണ് സെക്കുലറിസം എന്ന് പറയുന്നത്. ഭാരതം ഹിന്ദു രാഷ്ട്രമാണ്. ഇത് ഹിന്ദു രാഷ്ട്രമാണ്, നമ്മുടെ അഖണ്ഡ ഭാരതമാണ്. ആ അഖണ്ഡ ഭാരതമായിരുന്ന നമ്മുടെ ഭാരതത്തെ മതപരമായ കാര്യങ്ങളെ കൊണ്ട് അവർ വേർതിരിഞ്ഞു പോയതാണ്. പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും എല്ലാം നമ്മളെ വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞത്. അതുകൊണ്ട് ഭാരതത്തിൽ ഈ ഹിന്ദു ഐക്യം അല്ലെങ്കിൽ ഹൈന്ദവീയത എന്ന് പറയുന്നത് അതൊരു ദേശീയതയാണ്. ഹിന്ദുത്വം ഒരു ദേശീയതയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ തനതായ ദേശീയതയാണ് ഹിന്ദുത്വം. അവിടെ അധിവസിക്കുന്ന മുഴുവൻ ആളുകളും ഹിന്ദുക്കളാണ്. അതുകൊണ്ടാണല്ലോ സ്വാമി വിവേകാനന്ദൻ നമ്മുടെ അമേരിക്കയിൽ എത്തിപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഭാരതത്തിലെ ഒറ്റ വാക്കുകൊണ്ട് കേവലം 3 മിനിറ്റ് കൊണ്ട് ലോകത്തെ കൈയടക്കാൻ സ്വാമി വിവേകാനന്ദന് സാധിച്ചത് ഈ ഭാരതത്തിൻ്റെ തനതായ ദേശീയത ഉൾക്കൊണ്ടുകൊണ്ട് പ്രസംഗിച്ചത് കൊണ്ടാണ്, സംസാരിച്ചത് കൊണ്ടാണ്. ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ഹിന്ദു എന്ന് അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ദേശീയത എന്നൊരു ഫീലിംഗ് ആണെന്ന്. അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഓരോ ഇന്ത്യൻ സിറ്റിസൺസിനും അത്തരത്തിലുള്ള രീതിയിലാണ് ഈ ഹിന്ദുത്വത്തിനെ നോക്കിക്കാണുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ രാഷ്ട്രീയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതം ഭരിച്ചതായാലും ഈ കേരളം ഭരിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളെല്ലാവരും ഈ ദേശീയതയ്ക്ക് എതിരായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടും യഥാർത്ഥ ദേശീയത ജനങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ പരിശ്രമത്തിൻ്റെ ഫലമായി ഒട്ടനവധി ആളുകൾ ഈ ഒരു തെറ്റായ ധാരണയിലേക്ക് വ്യതിചലിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം ആളുകളിൽ ശരിയായ ദേശീയ ബോധം വളർത്തുകയും ആ ദേശീയ ചിന്താഗതി അവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ദേശീയത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ.